ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എനിക്ക് കണ്ണിൻ്റെ പ്രശ്നമൊക്കെ മാറിയില്ല എങ്കിലും ഇന്നലെ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല. അപ്പം ഇന്ന് വീഡിയോ ഇടാൻ വേണ്ടി വന്നതാണ്. ഇന്ന് നമ്മുടെ വീട്ടിൽ വായനയായിരുന്നു. എല്ലാം നല്ല ഭംഗിയായ രീതിയിലൊക്കെ നടന്നു. പിന്നെ എല്ലാവരും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടോ? ഒരുപാട് പേര് കമൻറ്റൊക്കെ അയക്കുന്നുണ്ട്, ലൈക്ക് ഷെയറൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം, താങ്ക്സ്. ഇന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെ നിങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ്റെ രൂപം കാണുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയാറുണ്ടോ? അങ്ങനെയുള്ള അനുഭവം ആർക്കെങ്കിലും ഉണ്ടാകാറുണ്ടോ? എവിടെയെങ്കിലും ആ ഈശ്വരൻ്റെ രൂപം ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിൽ ഓർക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറയാറുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ കണ്ണുകൾ നിറയുന്നത്? അറിയാമോ ആർക്കെങ്കിലും? എനിക്കങ്ങനെയാണ്. ഞാൻ എൻ്റെ ഗുരുവായൂരപ്പനെ, എൻ്റെ കണ്ണൻ്റെ രൂപം മനസ്സിൽ ഓർക്കുമ്പോഴേ എൻ്റെ കണ്ണ് നിറയും. എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിൽ കണ്ണൻ്റെ ആ രൂപം കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സന്തോഷം കൊണ്ടാണ്, ദുഃഖമല്ല, മനസ്സിൽ പ്രയാസമൊന്നുമല്ല. കാണുമ്പോൾ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നു. അങ്ങനെയുള്ള അനുഭവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണേ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. എല്ലാ പ്രാവശ്യവും എൻ്റെ ഓരോരോ അനുഭവങ്ങളാണ് പറയുന്നത്. അത് ഞാൻ സന്തോഷം കൊണ്ട് അറിയിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ഗുരുവായൂർ ഏകാദശി, ഇപ്പം നമ്മുടെ ഇവിടെ നാരായണ സമിതിയുണ്ട്. അപ്പം ഇവിടെ തൃക്കോവിൽ അമ്പലം എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. ഞങ്ങളെ എല്ലാവരെയും അവിടെ നാരായണീയം ചൊല്ലാൻ ക്ഷണിച്ചു. അപ്പം ഗുരുവായൂർ ഏകാദശി ആയതുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ നാരായണീയം ജപിച്ചു. എല്ലാം ഭംഗിയായി നല്ല രീതിയിൽ നടന്നു. അപ്പം അവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു, അവിടെ ഏകാദശി വിളക്കെടുക്കുന്നുണ്ട് എല്ലാ മാസവും, അത് കാണാൻ നിൽക്കണം. അപ്പം നോയമ്പൊക്കെ എടുത്താണ് ഈ ഏകാദശി വിളക്കെടുക്കുന്നത് എല്ലാവരും. ഏകാദശി നോയമ്പ് നോറ്റു, ഞാനും നോറ്റു. ഒരു നേരത്തെ അരിയാഹാരമൊക്കെ കഴിച്ച് നോറ്റു. അപ്പം എനിക്ക് ഏകാദശി വിളക്ക് കാണാൻ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണണമെന്ന് വലിയ ആഗ്രഹം. അപ്പോൾ അന്ന് ഭഗവാനെ ഒരുക്കുന്നത് ഗുരുവായൂരപ്പനായിട്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, ഇന്ന് എനിക്ക് അതൊന്ന് കാണണം, ഞാൻ കണ്ടിട്ടില്ലല്ലോ. വൈകിട്ട് നാരായണിയെല്ലാം കഴിഞ്ഞു, ഒട്ടുമുക്കാലും പേര് പോയി. ഞാൻ അന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞത് നമുക്ക് കണ്ടിട്ട് പോയാൽ മതി, കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ ഭഗവാനെ ഒരുക്കിയത് കാണാൻ ഞാൻ ചെന്നു. അപ്പോൾ എനിക്കിപ്പോഴും ആ രൂപത്തെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സൗന്ദര്യമായിരുന്നു ഭഗവാനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആ ശ്രീകോവിലിന് മുന്നിൽ 3-4 പേരുണ്ട്, ഞങ്ങൾ 3-4 പേര് പോയി. ബാക്കി കുറേ പേരൊക്കെ ഉണ്ട് പുറത്ത്. ആയിരക്കണക്കിന് ഏകാദശി നോയമ്പ് നോറ്റ് ഏകാദശി വിളക്കെടുക്കാൻ കാത്തു നിൽക്കുന്നവരാണ്. ആ ക്ഷേത്രത്തിന് ചുറ്റും ഒരു ആയിരക്കണക്കിന് ആളുകളുണ്ട്. നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ എനിക്കൊരു വിഷമവും ഉണ്ടായിരുന്നു. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ഏകാദശി വിളക്ക് എങ്ങനെ എടുക്കുന്നതെന്നും അതിനെക്കുറിച്ചൊന്നും എനിക്കൊരു അറിവുമില്ല, ഞാൻ എടുത്തിട്ടുമില്ലല്ലോ. അപ്പോൾ അകത്ത് കയറി ഭഗവാനെ കണ്ടു, ഗുരുവായൂരപ്പനെ ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടു. ഞാൻ ആ ശ്രീകോവിലിന് മുന്നിൽ നിന്ന് എന്തൊക്കെയോ ഭഗവാനോട് പറയുകയാണ്. ഞാൻ ആരെ ചുറ്റിനുള്ള ഒരു മനുഷ്യരെയും കാണുന്നില്ല. ഞാൻ എന്തൊക്കെയോ ഞാനും കണ്ണനും കൂടി ഇങ്ങനെ സംസാരിക്കുക. എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുവാൻ എന്ന് പറഞ്ഞാൽ പ്രയാസമൊന്നുമല്ല. കണ്ണനെ കണ്ട് എന്തൊക്കെയോ പറഞ്ഞ് എനിക്കങ്ങ് കണ്ണ് നിറഞ്ഞൊഴുകും. ഞാനിതൊന്നും അറിയുന്നില്ല. എൻ്റെ ചുറ്റിനുള്ള ആൾക്കാരെ ആരെയും ഞാൻ കാണുന്നില്ല. എനിക്കൊരു സ്ഥലകാല ബോധമില്ലാത്ത പോലെ ഞാനവിടെ അങ്ങ് നിൽക്കുക. ഒന്ന് തൊഴുത് ഒരു 10 മിനിറ്റ് കൂടുതൽ ഞാൻ അവിടെ നിന്ന് തൊഴുത് കണ്ണിനെ മനസ്സ് നിറഞ്ഞിങ്ങനെ കാണുന്നതിൻ്റെ അനുസരിച്ച് കണ്ണ് നിറഞ്ഞ് ഒഴുകിക്കൊണ്ടേയിരിക്കുക. അതും ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ഥലകാലബോധം ഉണ്ടായി. ഞാൻ പെട്ടെന്ന് വലത്ത് വെച്ച് വീണ്ടും വന്ന ശ്രീകോവിലിന് മുന്നിൽ ഇതുപോലെ പിന്നെയും നിന്നു. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കണ്ണനെ കണ്ടിട്ട് മതിയാവുന്നില്ല. എന്തോ സൗന്ദര്യമായിരുന്നു അന്ന് ആ കണ്ണനെ കാണാൻ.
ഗുരുവായൂരപ്പനായിട്ട് ഒരിക്കലും കൂടെ നിർത്തിയിരിക്കുന്നത്. അവിടുന്ന് വീണ്ടും ഒന്നുകൂടെ വലത്ത് വെച്ച്, അങ്ങനെ 3 പ്രാവശ്യം വലത്ത് വെച്ച് ഭഗവാനെ കണ്ട് എനിക്ക് അവിടുന്ന് പോരാൻ തോന്നിയില്ല. ഏറ്റവും ഒടുവിൽ ഏകാദശി വിളക്കെടുക്കുന്ന സമയമൊക്കെ ആയി വരുന്നു. അവിടുന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഈ കണ്ണ് നിറഞ്ഞൊഴിയപ്പോൾ പിന്നെ എനിക്ക് അയ്യോ ആരിലും കണ്ടെങ്കിൽ എന്ത് വിചാരിക്കും, അമ്പലത്തിനകത്ത് നിന്ന് ഇങ്ങനെ കണ്ണുനീര് പൊഴിക്കരുതെന്ന്. പക്ഷേ ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരാണ്, അല്ലാതെ പ്രയാസമല്ല, ഉള്ളിൽ പ്രയാസങ്ങളൊന്നുമില്ല. പുറത്ത് വന്നു, ഇങ്ങനെ എല്ലാവരും ഏകാദശി വിളക്കെടുത്ത് ഇങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പോൾ ആ കൂടെ ഇതുപോലെ നൊയമ്പ് നോറ്റ് വന്ന് ഒരു കുട്ടിക്ക് പെട്ടെന്ന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. രാവിലെ ഒരു നേരം അങ്ങാണ്ട് ഫുഡ് കഴിച്ചതേ ഉള്ളൂ. അപ്പം അത്ഭുതമെന്ന് പറയട്ടെ, ആ കുട്ടിയുടെ കയ്യിലിരുന്ന ഏകാദശി വിളക്ക് എൻ്റെ കയ്യിൽ തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു 10 മിനിറ്റെങ്കിലും ആ വിളക്ക് പിടിച്ചുകൊണ്ടൊന്ന് നിൽക്കാൻ എനിക്ക് ഭഗവാൻ ഒരു ഭാഗ്യം തന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ആഗ്രഹിച്ചതായിരുന്നു എനിക്കൂടെ ആ വിളക്ക് എടുക്കാനൊന്ന് പറ്റിയതെങ്കിൽ, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അങ്ങനെ അതും സാധിച്ചു. അപ്പോൾ ഈ കണ്ണ് നിറഞ്ഞൊഴുകുന്ന എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഒരാൾ ഇതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിട്ട്, അന്ന് അതും ഏകാദശി തന്നെയാണ്, ഏകാദശി കണ്ടിട്ട് തൊഴുതിറങ്ങി ഇതുപോലെ ഭഗവാനെ കണ്ട് ഒരുപാട് നേരം ഇങ്ങനെ കണ്ണുനീര് തൂകി, സന്തോഷം കൊണ്ട് കണ്ണുനീര് തൂകി. അപ്പം വേറൊരു തിരുമേനിയാണ് പറഞ്ഞത്, ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കണ്ണുനീര് ഒരുപാട് വന്ന് ഇങ്ങനെ പോകുന്നതെന്ന്, കണ്ണുനീര് പോകുന്നതെന്ന്. അങ്ങനെ എനിക്കും മനസ്സിലായത്. പക്ഷെ ഞാനും വിചാരിച്ചു ഇതെന്താ, ഞാൻ അറിയാതെ ഈ കണ്ണുനീര് ഇങ്ങനെ അങ്ങ് പോവുകയാണ്, ഇതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ കണ്ണൻ്റെ രൂപം എവിടെ വെച്ച് കണ്ടെന്ന് പറഞ്ഞാലും അന്നേരം ഈ പറഞ്ഞതുപോലെ എൻ്റെ കണ്ണ് നിറഞ്ഞു മുഴുവൻ. ഓർക്കുമ്പോഴും അങ്ങനെ തന്നെ. നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണേ. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, നമ്മൾ ഏത് ഈ രൂപത്തിലാണോ ഈശ്വരനെ നമ്മൾ കാണുന്നത്, ആ രൂപത്തിൽ നമ്മളെപ്പോഴും മനസ്സറിഞ്ഞ് വിളിക്കുമല്ലോ. അപ്പം നമുക്ക് ആ രൂപത്തെ ദർശിക്കുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വേറെ പലരും ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഈശ്വരാനുഗ്രഹം കിട്ടിയവർക്കുള്ള ഒരു അനുഗ്രഹമാണ്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മെഡിറ്റേഷനൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു, ഏകാഗ്രത കിട്ടാൻ എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടതെന്ന്. അത് ഒരുപാട് പേര് കണ്ടു, കമൻറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളിനോടാണ് ഞാൻ പറയുന്നത്, എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, താങ്ക് യു.